പുതിയവിള ശ്രീ വടക്കൻകോയിക്കൽ ദേവീക്ഷേത്രത്തിലെ 28ാമത് ദേവി ഭാഗവത നവാഹയജ്ഞം സമാപിച്ചു. ഇതിനോടനുബന്ധിച്ച് അവഭൃത സ്നാന ഘോഷയാത്ര നടത്തി. പുതിയവിള ശ്രീ വടക്കൻകോയിക്കൽ ദേവീക്ഷേത്രത്തിലെ 28ാമത് ദേവി ഭാഗവത നവാഹയജ്ഞം വിവിധ ചടങ്ങുകളോടെ സമാപിച്ചു. സമാപന ദിവസം രാവിലെ 5:30 അഭിഷേകം, 6 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, തുടർന്ന് സാരസ്വത ഹോമം, ലളിതാ സഹസ്രനാമ ജപം, ദേവി ഭാഗവത സമീക്ഷ, പ്രകാരദീപ പ്രകാശനം, ധാര ഹോമം, പാരായണ സമർപ്പണം, അന്നദാനം എന്നീ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് 3 മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ കുത്തിയോട്ടപ്പാട്ടും ചവിടും അരങ്ങേറി. വൈകിട്ട് 4 അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. ദേവി വിഗ്രഹം കിഴക്കേ വീട്ടിലേക്ക് എഴുന്നള്ളിച്ച് ആറാട്ടുകുളത്തിൽ സ്നാനകർമ്മം കഴിഞ്ഞ് മുത്തുകുട, താലപ്പൊലി, വാദ്യമേള എന്നിവയുടെ അകമ്പടിയോടുകൂടി ഘോഷയാത്രയായി യജ്ഞശാലയിലെത്തിച്ചു. തുടർന്ന് കുങ്കുമ കലശ അലങ്കാര എഴുന്നള്ളത്ത്, കുങ്കുമ കലശാഭിഷേകം, യജ്ഞ സമർപ്പണ പൂജ, ആചാര്യ ദക്ഷിണ എന്നിവയും നടന്നു. 6:40 ക്ഷേത്ര ദീപാരാധന, തുടർന്ന് യജ്ഞശാലയിൽ ദീപാരാധന, ഭജനം, കുങ്കുമാഭിഷേകം എന്നിവയും നടന്നു. കുങ്കുമ കലശം, കുങ്കുമാഭിഷേകം എന്നിവയ്ക്ക് ശേഷം മംഗളാരതിയോടുകൂടി ചടങ്ങ് സമാപിച്ചു. യജ്ഞാചാര്യൻ കരിമുളക്കൽ അജയകുമാർ, യജ്ഞ ഹോതാവ് അനന്തു, യജ്ഞ പൗരാണികരായ സന്തോഷ്, കൃഷ്ണകുമാർ, സുരേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് എസ് ശശിധരൻ, സെക്രട്ടറി പി പ്രകാശ്, ഖജാൻജി പി സോമനാഥൻ എന്നിവർ മേൽനോട്ടം വഹിച്ചു. CDNet ന്യൂസ്, കായംകുളം.